ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ സൗണ്ടൊക്കെ ശരിയായിട്ട് വരുന്നുള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞാനും പോയിട്ടില്ല. നമ്മളിന്ന് വെളിയിൽ പോവാണ് ഗൈസ്. പിള്ളേരെ അച്ഛന്മാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിവിടെ കറങ്ങാൻ പോവാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ബസ് കയറി. ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞ് ഈ ബസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലൊക്കെ ബസ് എന്ത് വൃത്തിയായിട്ടാണ് അതിലെ ആൾക്കാരൊക്കെ സൂക്ഷിക്കുന്നതെന്ന്. ഇവിടെ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വേസ്റ്റും ഒന്നും ക്ലീൻ ചെയ്യാറില്ലാത്ത പോലെയാണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് നാട്ടിലെ നമ്മുടെ ബസ്സൊക്കെ ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നി അത് കണ്ടപ്പം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പിമ്പിരി മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ വെളിയിലൊന്ന് പോകുന്നത്. ഇതുവരെ അങ്ങനെ ഞങ്ങൾ രണ്ടും മാത്രമായിട്ട് പോയിട്ടില്ല. എപ്പോഴും കെട്ടിയന്മാരുടെ കൂടെയും പിള്ളേരും ഒക്കെ ഉണ്ടായിരിക്കും. ഇന്ന് ഞങ്ങൾ രണ്ടും മാത്രമുള്ളൂ കേട്ടോ. ഇന്ന് അതുകൊണ്ട് നമുക്ക് ഫുൾ ഫ്രീഡം ആണ് കേട്ടോ. കാരണം കെട്ടിയന്മാരെ കൊണ്ട് പർച്ചേസിന് പോയാലുള്ള അവസ്ഥയൊക്കെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. പോകാം ഇങ്ങനെ ധൃതി വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ അർമാദിക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്ന് അർമാദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പിള്ളേരെയൊക്കെ നോക്കി ഇന്ന് കെട്ടിയന്മാർ വീട്ടിലിരിക്കുവാണ്. അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പിമ്പിരി മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടില്ല, പിമ്പിരിയിൽ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും വരണമെന്നൊക്കെ വിചാരിക്കും. ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടെന്ന് ഉത്തര എപ്പോഴും പറയും. ഉത്തര ഇടയ്ക്ക് വരാറുണ്ട്. ഉത്തരയൊക്കെ നേരത്തെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നതുകൊണ്ട് ഉത്തരയ്ക്ക് ഇവിടുത്തെ ഏരിയ എല്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാനും ഇറങ്ങിയത്. അപ്പം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. കുർത്തീസും അതുപോലെ ചെരുപ്പ് കട, ഹാൻഡ് ബാഗുകളുടെ കട, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോക്കി എടുക്കാൻ പറ്റും. കൂടുതൽ എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. കാരണം കൂടുതൽ ലേഡീസാണ് വരുന്നതും ജെൻസൊക്കെ കുറവാണ് വരുന്നത്. എല്ലാം ലേഡീസൊക്കെയാണ് വരുന്നത് പർച്ചേസിന്. അതുകൊണ്ട് ലേഡീസ് ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഒക്കെ കിട്ടും കേട്ടോ. ഒരുപാട് എല്ലാത്തിലും വെറൈറ്റീസ് കിട്ടും. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറേ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യം ഒരു കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേറൊരു കട കാണുമ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കരുതല്ലോ. അയ്യോ അവിടെ ഇതിലും വില കുറച്ച് കിട്ടുമോ, അങ്ങനെ ഒരു തോന്നലുണ്ടാവണ്ടെന്നോർത്ത് നമ്മൾ കുറേ അങ്ങ് ഫ്രണ്ടിലോട്ട് ആദ്യം പോയി. എന്നിട്ട് പിന്നെ തിരിച്ചു വരാം ചോദിച്ച് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ വേറെ കാണുമ്പോൾ നമുക്ക് പിന്നെ അയ്യോ ഇവിടുന്ന് മേടിച്ചാൽ മതി എന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇതേണ്ട ആദ്യം ഒരു ഹാൻഡ് ബാഗിൻ്റെ കടയിലാണ് കയറിയത് കേട്ടോ. ഉത്തരയ്ക്കൊരു ഹാൻഡ് ബാഗ് നോക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ കയറിയത്. അപ്പം നമ്മൾ കുറേ ഹാൻഡ് ബാഗിൻ്റെ കളക്ഷനൊക്കെ കണ്ടു കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഏത് ഏജുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പല വെറൈറ്റീസ് ഓഫ് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ആദ്യം എല്ലാം ഒന്ന് നോക്കി വെച്ചിട്ടൊക്കെ പോന്നു. നമ്മൾ ചാടി കയറി ആദ്യമേ എടുക്കണ്ടെന്ന് വിചാരിച്ചു. എല്ലാ കടയിലും ഒന്ന് കയറി ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഹാൻഡ് ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ എടുത്തില്ല. എനിക്ക് ഹാൻഡ് ബാഗ് മേടിക്കാൻ വലിയ ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വെറുതെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് ഇങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തില്ലെങ്കിലും ചുമ്മാ ഒന്നിങ്ങനെ കയറി കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതുപോലെ തന്നെയാണ് ഞാനും എല്ലാം ഒന്ന് എടുത്തിങ്ങനെ നോക്കും, എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വേറൊരു കടയിൽ ചെന്നപ്പം എനിക്ക് 2 ഹാൻഡ് ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അനുവേണ്ട അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഓരോ ഹാൻഡ് ബാഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ 2 ഹാൻഡ് ബാഗ് എടുത്തു കേട്ടോ. 2 ഹാൻഡ് ബാഗിനും കൂടെ 400 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഉത്തരയ്ക്ക് എടുക്കാനാണ് പോയത്. അവസാനം ഞാനാണ് മേടിച്ചത്. ഉത്തരയ്ക്ക് പിന്നെ കുറേ തപ്പി. നെക്സ്റ്റ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ചെരുപ്പായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെരുപ്പ് കടയിൽ കയറി. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൈപ്പ് ഓഫ് ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്നിക് വെയറിൻ്റെയൊക്കെ കൂടി ഇടാൻ പറ്റിയ അടിപൊളി നല്ല ചപ്പൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തര ഒരു പെയർ എടുത്തു, ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ആക്ച്വലി എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു തൃപ്തിയില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ നമ്മൾ എന്താ പറയുക 2 പലാസോ പാൻറ്റ് മേടിക്കാനായിട്ടൊരു കടയിൽ കയറി. ഞാൻ 2 പലാസോ പാൻറ്റൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ഹാൻഡ് ബാഗ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഒരു ഹാൻഡ് ബാഗ് അപ്പുറത്തൊരു കടയിൽ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വേറെ കടയിലൊക്കെ അതിൽ നല്ലതുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഹാൻഡ് ബാഗ് കടയിലേക്ക് കയറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വലിയൊരു കളക്ഷനൊന്നും കണ്ടില്ല കേട്ടോ. അത്യാവശ്യമുണ്ട്. നമുക്കൊരു എന്താ പറയുക കുറച്ചുകൂടെ ട്രെൻഡി ആയിട്ടുള്ള ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കയറി എല്ലാം ഒന്ന് നോക്കി വെച്ച് പിന്നെ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങുമായിരുന്നു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പക്ഷേ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഹാൻഡ് ബാഗ് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ടോയ്സും അങ്ങനെയുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഹാൻഡ് ബാഗൊക്കെ ഉണ്ട്, കളക്ഷനുണ്ട്. പക്ഷേ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ കർട്ടൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കയറി നോക്കിയേച്ച് വെളിയിലിറങ്ങി. വെളിയിൽ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കടയുണ്ട് കേട്ടോ, ജ്വല്ലറീസിൻ്റെയൊക്കെ. അപ്പോൾ നല്ല നല്ല കമ്മലുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും അവിടെ സ്റ്റക്കായിപ്പോയി. ഒരുപാട് ബാംഗിൾസും പിന്നെ ഇവിടുത്തെ ടൈപ്പ് മൂക്കുത്തി, ഈ മറാഠികളിടുന്ന മൂക്കുത്തിയാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് നല്ല എന്താ പറയുക മാലകളും എല്ലാം കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളവിടെ സ്റ്റക്കായി. പിന്നെ കുറേ കമ്മലൊക്കെ നോക്കി. കമ്മൽ കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ വാരിയെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വാരിയെടുക്കാൻ ഒക്കില്ലല്ലോ, കയ്യിലെ കാശ് കൂടെ നോക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ കുറേ കറക്കി അവസാനം കുറേ കമ്മൽ മേടിച്ചു. അങ്ങനെ നമ്മൾ എനിക്കൊന്നൊരു 3-4 പെയർ മേടിച്ചു. ഞാൻ ഈ ഒരു കമ്മൽ എടുത്തോട്ടോ, എനിക്ക് ആ ഒരു കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു കമ്മൽ മാത്രമല്ല എടുത്തത്, കുറേ കമ്മൽ എടുത്താട്ടോ. ഒരുപാട് എണ്ണം നോക്കി, ഇടയിന്ന് നമ്മൾ തിരഞ്ഞു പിടിക്കണം. അതുപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കമ്മൽ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു ഇതാണല്ലോ. ഞാനും ഉത്തരയും അതിൻ്റെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. പിന്നെ നമ്മൾ കമ്മലൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് കുറേയും കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയപ്പം അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള നല്ല സ്വെറ്റേഴ്സൊക്കെ കണ്ടു. അപ്പം ഞാൻ ദച്ചുവിനൊരു പെയർ എടുത്തു, ഇതുപോലത്തെ ഒരു ബ്ലൂ കളറിൽ. പിന്നെ ഒരു വാച്ച് നോക്കാമെന്ന് വെച്ചു ദച്ചുവിന്. അവന് ഈ കാറിൻ്റെ മെക്യുവിൻ്റെ വാച്ച് ഉണ്ടോയെന്ന് ഞാൻ കുറേ അന്വേഷിച്ചു. അവസാനം പിന്നെ വേറൊരു കടയിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. ഇതിനകത്തൊന്നും കിട്ടിയില്ല. ഒരുപാട് നോക്കിയെങ്കിലും പക്ഷേ ഇതിനകത്തൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടുന്ന് മേടിക്കാൻ ഞാൻ ലാഭമായി. അവിടെ 150 രൂപയായിരുന്നു, പക്ഷേ ഇതിന് 100 രൂപയുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടുന്ന് ഒരു ബ്ലാക്കിൻ്റെ മെക്യുവിൻ്റെ കാറിൻ്റെ വാച്ച് കിട്ടി കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിലെ കവറുകളുടെ എണ്ണം കൂടി വരുന്നു. അപ്പം ആക്ച്വലി ഉത്തരയ്ക്ക് വേണ്ടിയാണ് പർച്ചേസിന് വന്നത്, പക്ഷേ എൻ്റെ കയ്യിലെ കവറാണ് കൂടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഒരുപാട് നടന്ന് ഉള്ളിലേക്കൊക്കെ പോയപ്പോൾ ഒരുപാട് വേറെ കടകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അവിടുന്ന് നെയിൽ പോളിഷൊക്കെ കുറേ നോക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് പണ്ട് ഡൽഹിയിലായിരുന്ന സമയത്ത് സരോജിനി മാർക്കറ്റിൽ പോകുന്ന വീക്കെൻഡിലൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ. അന്നേരം ആ ഒരു സമയമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അന്നും ഇതുപോലെയായിരുന്നു, ഇങ്ങനെ സാധനങ്ങൾ തപ്പി കണ്ടുപിടിച്ച് മേടിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറേ കുർത്തീസൊക്കെ നോക്കി കേട്ടോ. പക്ഷേ കുർത്തീസിനൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു 500-700 ആ ഒരു റേഞ്ചിലൊക്കെയുള്ള കുർത്തീസൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക 200-ൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല. പിന്നെ കുറേ ടൈപ്പ് നോക്കി. ഇതിനൊക്കെ 500-700 പറഞ്ഞത്. ഇതൊക്കെ നോർമൽ റേറ്റ് തന്നെയാണ്, നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതിൻ്റെ. ഇങ്ങനെയുള്ള റേറ്റ് എടുക്കാണ്ട് നമുക്ക് കടയിൽ പോയി എടുത്താൽ പോരെ, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കുർത്തീസിനൊക്കെ. പക്ഷേ നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് എടുക്കുന്ന പോലത്തെ തന്നെ ക്വാളിറ്റിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറേ കുർത്തീസൊക്കെ നോക്കി. പക്ഷേ എല്ലാത്തിനും ഈ ഒരു റേഞ്ചിലായിരുന്നു വരുന്നത്, അതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഹാൻഡ് ബാഗിൻ്റെ കടയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് നേരത്തെ നമ്മൾ നേരത്തെ നോക്കിയിട്ട് പോയ ഹാൻഡ് ബാഗായിരുന്നു ഇത്. ഇതെടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ വേറെ കടയിലൊക്കെ കയറി നോക്കിയത്. ലാസ്റ്റ് പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ എടുത്തു. കാരണം പിങ്കൊക്കെ പെട്ടെന്ന് ചെളി പിടിക്കുമല്ലോ, പിന്നെ കറുത്തിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ബ്രൗൺ ആണ് എടുത്തത്. ഉത്തരയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ആ ഹാൻഡ് ബാഗും എടുത്തിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. ഇനി എന്തെങ്കിലും പോകുന്ന വഴിക്കുണ്ടെങ്കിൽ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ കയ്യിലെ കവറുകളുടെ എണ്ണമൊക്കെ കൂടി. ഉത്തരയുടെ കയ്യിലും അത്യാവശ്യം കവറൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് നമ്മൾ കയറി വന്ന വഴിക്ക് തന്നെ കുറേ എന്താ പറയുക, പിന്നെയും കുറേ കുർത്തീസൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് നോക്കി. പക്ഷേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, ദച്ചുവും അനുപെണ്ണും കൂടെ ഇവിടെ പിമ്പരി മാളിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് ഇനി പോവാണ്. അപ്പം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി കയ്യിലെ കാശൊക്കെ തീർന്നു, അതുകൊണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകണം. ബ്രദറിനൊരു ചെരുപ്പും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഉത്തര ഒരു ചെരുപ്പ് കടയിൽ കയറി. അപ്പം നമ്മളിനി ഇവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ അനുപേണ്ടൊക്കെ അടുത്തേക്ക് പോവാണ്. ഞങ്ങൾ പർച്ചേസ് ചെയ്ത് തളർന്ന് ദാഹിച്ച് വലഞ്ഞ് ഞങ്ങളുടെ കോലം നോക്ക്, പോയ കോലമേ അല്ല, ക്ഷീണിച്ച് തളർന്നു ഗൈസ്. ഇനി നമ്മൾ നേരെ അനുപേൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം അനുപേണ്ണെ വഹിക്കാൻ, ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ്, അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അവിടെ ദച്ചു അവിടെ വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ഇനി ഓട്ടോ പിടിച്ച് അവരുടെ അടുത്തേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോഴത്തേനും എന്തായിരിക്കും എന്തോ അവസ്ഥ എന്നറിയില്ല. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഇങ്ങനെ പർച്ചേസിനൊന്നും പോയിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കുഞ്ഞുണ്ടായി. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ പർച്ചേസ് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊന്നും പോയിട്ടില്ല. എവിടെ പോയാലും അനുവേണ്ടും ദച്ചു എൻ്റെ കൂടെ തന്നെ കാണും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ദച്ചുവിനെ ഇത്രയും നേരം കാണാതിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇത്രയും നേരമൊന്നും കാണാതിരുന്നിട്ടില്ല. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും പുള്ളി ഭയങ്കര കരച്ചിലും മേളവും ഒക്കെയായി. അപ്പനുമായിട്ട് അടിയായി, അപ്പനും മോനും കൂടെ. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ വാച്ചൊക്കെ ഞാൻ കയ്യിൽ കെട്ടിക്കൊടുത്ത് അതൊക്കെ കാണിച്ച് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ സ്ഥിരം പോകാറുള്ള മലയാളിക്കടയിൽ തന്നെ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മലയാളിക്കടയെ ലക്ഷ്യം വെച്ച് നമ്മൾ പോവുകയാണ്. ഇപ്പം തന്നെ സമയം ഒരു 3 മണിയായി. നമ്മൾ ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ ചെന്നിട്ടിനി നല്ലൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സദ്യയുടെ ഒരു കോംബോ ആണ് ഓർഡർ ചെയ്തത്. അപ്പം അത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദാണ്ടെ ഇല എത്തി, ഓരോരോ വിഭവങ്ങളായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞ ക്ഷമ നശിച്ചു. അത്രയും നേരമായി വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നല്ല പായസമൊക്കെ കൂട്ടി ഒരു സദ്യ ഉണ്ണാന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ടെ ഓരോരോ വിഭവങ്ങളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തതിനകത്ത് എന്തോ ഒരു പൊറോട്ടയും ഒക്കെ ഉള്ളൊരു പൊറോട്ട, അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയോ ഉള്ളൊരു കോംബോ ആണ് ഓർഡർ ചെയ്തത്. ഉത്തര ഒരു സദ്യയാണ് പറഞ്ഞത് കേട്ടോ. സദ്യ മീൻസ് ഒരു ഊണാണ് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മൾ ഒരു കടലപ്രഥമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടലപ്രഥമനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു കേട്ടോ. അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചുക്കൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ കുടിക്കാം, ഒരു മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പായസം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. കറികളും എല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഒരു മീൻകറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മീൻകറിയും മീൻ ഫ്രൈയും പറഞ്ഞു. നമ്മുടെ മത്തി വറുത്തതും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും അത് കഴിച്ചു. ഉത്തര വെജ് ആയതുകൊണ്ട് ഉത്തര അതൊന്നും കഴിക്കില്ല. അപ്പം നമ്മളിനി ഫുഡ് അടിക്കാൻ പോവാണ്. നല്ല വെള്ളച്ചോറാണ് കേട്ടോ. ഇവിടുത്തെ അരിയുടെ ചോറാണ്. നമ്മുടെ നാട്ടിലെ അരിയല്ല, ഇവിടുത്തെ ടൈപ്പ് അരിയാണ്. അപ്പം ഇതാണ്ട് ആദ്യം പൊറോട്ടയാണ്. പൊറോട്ട ദച്ചുവിനുള്ളതാണ് കേട്ടോ. ദച്ചു പൊറോട്ടയുടെ ആളാണ്. അപ്പം കഴിച്ച് അവസാനം വയറ് നിറഞ്ഞിട്ട് പിന്നെ നിറയ്ക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഒരു തരത്തിലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ പാഴ്സലെടുത്ത് ബാക്കി. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് പോകണം. മടുത്ത് വയ്യാണ്ടായി, ടയേർഡായി ഭയങ്കരമായിട്ട്. ഇനി വീട്ടിൽ ചെന്നിട്ടൊന്ന് കിടന്നാൽ മതി, അത്രയും ടയേർഡായി. റിപ്പബ്ലിക് ഡേ ഒക്കെ അടുത്തതുകൊണ്ട് അതിൻ്റെ ഫ്ലാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഒരു റിലാക്സേഷൻ തോന്നും കേട്ടോ. ഈ ഫ്ലാഗ് ഇങ്ങനെ കാറ്റത്ത് പറക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ. വഴിയിലിരിക്കുന്ന 2 കുട്ടികളാണ് കേട്ടോ. അവർ തമ്മിലുള്ള ഒരു സ്നേഹം കണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു വിഷമോ എന്തോ ഒരു സന്തോഷമോ ഒക്കെ തോന്നുന്നു കേട്ടോ. ഈ എന്താ പറയുക, ഒരെണ്ണം ദച്ചുവിൻ്റെ പ്രായവും ഒരെണ്ണം ആദിയുടെ പ്രായമാണെന്ന് തോന്നുന്നു. 2 പേരുടെ ഭയങ്കര കളിയാണ്. 2 പേരും ഭയങ്കര ഹാപ്പിയാണ്. കുറേ നേരം സത്യം പറഞ്ഞാൽ അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ണെടുക്കാനേ തോന്നുന്നില്ലായിരുന്നു അവരെ 2 പേരെയും കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. തൊണ്ട അടഞ്ഞു പോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.